നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്വസ്റ്റ്യൻ രണ്ടുപേരും ആൻസർ പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം എന്നെ കുറിച്ച് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. രണ്ടും ഉണ്ടായിരിക്കും. എന്റെ ആണെങ്കിൽ ഞാൻ പറയാം, ആദ്യം പറയാം. സൈക്കിളുമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി സൈക്കിളുമായിട്ട് ഒരു മൂലക്ക്, ഒരു കാറിന് മൂലക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കണേ. ഒരു ബന്ധുവില്ലാണ്ട് ഒരു ഏതോ മൂലക്ക് നിന്ന് വന്ന് ഇടിച്ച് കറക്റ്റ് ഞങ്ങളുടെ അടിയിൽ സൈക്കിൾ നട്ടിക്കൊണ്ടു ഇടിപ്പിച്ച് ഇവരെല്ലാം തെറിച്ച് റോട്ടിൽ ഞാൻ കാറിൻ്റെ ഇടയിൽ കിടന്നതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം സമയത്താണ് അന്ന് ചിരി തുടങ്ങി. പിന്നെ സാറേ ഇങ്ങനെ യക്ഷി ചിരിക്കണോ എന്റെ മനസ്സിൽ ഇപ്പോഴും ജെസ്സി ചിരിക്കണമെന്ന് മനസ്സിലാവുന്ന എനിക്ക് അതാ ഓർമ്മ. നിർത്താണ്ട് അത് പിന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല, സ്വിച്ചില്ല. അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു സാധനം ഇങ്ങനെ കുറിച്ച് നോക്കുമ്പോൾ. ഇത് നമുക്കില്ലല്ലോ, നമുക്ക് മാത്രമല്ല. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് അത് ഒറ്റവാക്കിൽ വിവരിക്കാൻ പറഞ്ഞത് ഇങ്ങനെ തലവലാദികളെ ഞാൻ അല്ല, എനിക്ക് സത്യത്തില് ഞാൻ പഠിച്ച സമയം തുടങ്ങിയിട്ടുള്ള ആരും എനിക്കിങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് മറക്കാൻ പറ്റാത്തൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവും ഈ ഫ്രണ്ട്ഷിപ്പ്. എന്താ ഒറ്റവാക്കിലായാലും എന്താ പറയാ, നമ്മളെ പോകും. അതെ, ഇവരെ കൊണ്ട് പോകും. പോകൂല, അത്രേ ഉള്ളൂ. അതായത് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഭയങ്കര ചിരിക്കാൻ പറ്റിയ രീതിക്ക് ചിരിക്കാൻ പറ്റിയ ചോദ്യം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചിരിപ്പിക്കുന്ന രീതിക്ക് ഞാൻ എപ്പോഴും ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാൻ പറയാം, ചേട്ടാ എന്ന് വന്നൊരു വിളിയുണ്ട് എൻ്റെ പൊന്നു സാറി. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ചേട്ടാ എങ്ങനെ വരും? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് പാട്ട് പാടിത്തരും. അതാണ് എന്ത് ചെയ്ത് വെക്കാൻ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റെഡിയായി ഇറങ്ങി എന്നൊക്കെ. അങ്ങനെയൊക്കെ വഴുട് തുമ്പത്തൊന്നും ഇല്ല. ഇന്നല്ല വർക്കിനോട് സമയത്തൊക്കെ ദേ ഇറങ്ങി എന്നൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇറങ്ങി വണ്ടി കയറി കുറച്ചേരം കഴിഞ്ഞിട്ട് മതി എനിക്ക് അവിടെ ബസ് സ്റ്റോപ്പിൽ എത്താൻ. ഞാൻ ഒന്ന് പട്ടി പോസ്റ്റ് ആയിരിക്കും. ഞാൻ അതേ ഇറങ്ങി അങ്ങനെ ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ കാണാൻ കൊള്ളാം, ഫുഡൊക്കെ അടിപൊളിയാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എന്നെ ഓർമ്മിപ്പിക്കുന്ന ഗാനം ഏതാണ്? ഞാൻ പറഞ്ഞുതരാം. മറ്റേ പാട്ട് ഞാൻ പറയാം. ആ പാട്ട് ഇങ്ങനെ വരവഞ്ഞളാടി. എനിക്ക് ആ പാട്ട് എപ്പോൾ കേട്ടാലും ജസ്റ്റ് ഓർമ്മ. ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിലില്ലേ ഞാൻ എടുത്തുന്ന ഫോട്ടോ ഇല്ലേ നമ്മളവിടെ കായലിനോട് പോയപ്പോ അതിട്ട് ഇങ്ങനെ 3 തട്ടിന്റെ എന്നിട്ട് അതിനകത്ത് ആ വരില്ലേ അതും ഓർമ്മ വരും എനിക്ക് മനസ്സിൽ. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് നിന്ന് ഓർമ്മ. എനിക്ക് ജസീന ഓർമ്മ ഒറ്റൊരു പാട്ടേ ഉള്ളൂ. ഇതാണ് ജെസ്സിക്ക് ആദ്യമായിട്ട് പാടുന്നത് പാട്ടാണ്. ഇഷ്ടമുള്ള പാട്ടാണ്. അതോടെ രണ്ടുപേരും അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്ത കാര്യം ഇപ്പൊ പാടിപ്പിക്കാം. അല്ല, അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്ത കഴിഞ്ഞപ്പെട്ടത് അറിവുള്ള പ്രായത്തിൽ ഞാൻ ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതം ഒരു സിനിമയായിരുന്നെങ്കിൽ ഈ ഏത് തരം സിനിമയായിരിക്കും? കോമഡി,
ഒരു സീരിയസ്നെസ്സും ഇല്ല, ജീവിതത്തിനെ കുറിച്ച് എന്ത് നാളത്തെ പറ്റിയുള്ള ചിന്തയില്ല. സീരിയസ് ആയിട്ട് എവിടെയെങ്കിലും ഒരു സാഹചര്യം സീരിയസ് ആയിട്ട് നിൽക്കണമെന്നുള്ളൊരു ബോധമില്ല. അപരിചിതൻ ഇവര് പറയണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപരിചിതൻ അതിനകത്ത് അവന്മാരെങ്ങനെയാണ് കറക്റ്റ് പിടിക്കാൻ ഒരാൾക്ക് ക്യൂരിയോസിറ്റിയുടെ പുറകെ പോകും. ഞാൻ പാവം ഇല്ല, അതങ്ങനെയാണ് ആ സിനിമയിലെ മറ്റൊരു മൂന്നാമത്തെ ക്യാരക്ടർ അങ്ങനെ കൂടുതൽ പാപം ഞങ്ങളൊരു പ്രശ്നം വന്നാൽ ഇടപെടും. പൂരപ്പിച്ച് ചെറുതൊന്നുമല്ലോ ഭയങ്കര കൂടുതലാണ്. അപ്പൊ കാവ്യമാധവൻ ഇങ്ങനെയാണ്. ഇങ്ങനെ മറ്റേ തല്ലുകൊള്ളി അല്ല തല്ലു കൊടുക്കണ ആള് തല്ലുകൊള്ളി. അത് വേറൊരു പഴം ഉറങ്ങാൻ വേണ്ടി മാത്രം. അല്ല സത്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എനിക്ക് ഏത് എനിക്ക് ഏത് തരം ഡ്രസ്സാണ് ഇഷ്ടം? മോന് ഏത് തരം ഡ്രസ്സാണ് ഇഷ്ടം? മോന് കാഷ്വൽസ് ആണ് കൂടുതൽ ഇഷ്ടം. ചുരിദാറിനേക്കാളും മോന് കാഷ്വൽസ് ആണ് ഇഷ്ടം. സാരി പല സമയത്തും എനിക്ക് മനസ്സിലായി. സാരി കാഷ്വൽസ് ഇഷ്ടമല്ല. ജീൻസ് ഇടുന്ന കാര്യം പറയുമ്പോ അപ്പൊ പറയും എന്നാ ഞാനും ഇടാം, മറ്റേ പാന്റ് ഇടാം, ഇവിടെ പോക്കറ്റുള്ള പാന്റ് ഇടാം, അവിടെ പോക്കറ്റുള്ള പാന്റ് സാരി എടുത്തുമ്പോ ഒരു മെനകേടുണ്ട്. അത് കൊള്ളാം. ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് ഫോണിൽ എന്റെ പേര് അല്ലെങ്കിൽ ഫോട്ടോ കോണ്ടാക്റ്റിൽ നിങ്ങൾ സേവ് ചെയ്ത് ഞാൻ വിത്ത് ഫോട്ടോയാണ്. ഞാൻ ഫോട്ടോ ഇട്ടിട്ടില്ല ഗൈസ്. ഞാൻ ഒന്നിലും ഫോട്ടോ ഇട്ടിട്ടില്ല. നോക്കൂ, ജെസിയ ജാസു. കാരണം ജാസു എൻ്റെ സ്റ്റാഫായിരുന്നു. അപ്പം ഞാൻ ജാസു വഴിയാണ് എൻ്റെ നാട്ടുകാരെ വാവനെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും. അപ്പം അതാണ് ഞാൻ ജെസിയ ജാസു. ജെസ്സി ഇട്ടിട്ടൊരു ഹാർട്ട് ഉണ്ട് കേട്ടോ. അമ്മായി കിടിലം ഫോട്ടോ ഉണ്ടാ ഇടിയോട്ട് സാധനം പറഞ്ഞു. ഏതെങ്കിലും ഒരു വീഡിയോ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എങ്കില് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ഓരോ കാണുന്നു. ഇഷ്ടമുള്ള കാരണം എന്താന്ന് വെച്ചാ ഭയങ്കര കെയറിങ് ആണ്. നമ്മളെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ എല്ലാ കാര്യവും നോക്കിപ്പോലും അതാണ് ഭയങ്കര കെയർ. പിന്നെ അല്ല ഇത്ര ഏജ് ഉള്ളെങ്കിൽ ഓക്കെ ഇഷ്ടമില്ലാത്ത കാര്യം ആവശ്യമില്ലാത്ത കാര്യം എടുത്തിട്ട് തല വെച്ചിട്ട് മോദം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. ഇന്നത്തെ മാത്രമല്ല, ഞാൻ ഇതിന് മുമ്പത്തെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചത് പറയണം. ന്യൂ ഇയറിന്റെ അന്നും എനിക്ക് ആ പണി കിട്ടിയതാണ്. ആശയമായിട്ട് പണി കിട്ടിട്ട് ഞാൻ മൂന്നെണ്ണം ഞാനെന്താ അമ്മയുടെ വെറുതെ പഴക്കിട്ടതിന് ഒരു സെക്കൻഡ് കൊണ്ട് നല്ലത് പറഞ്ഞു തീർന്ന് ആ നെഗറ്റീവിന്റെ അവിടെ ഇപ്പൊ നോക്കി കഥ പറഞ്ഞോണ്ടിരിക്കണത്. അതൊരൊറ്റ കാര്യം എന്തെങ്കിലും തമാശയുടെ കാര്യം തമാശയുടെ രീതിയിൽ എടുക്കൂല, എല്ലാം സീരിയസ് ആയിട്ട് എടുത്തു വെക്കും കൊച്ചി. ആ ഒരു പ്രശ്നം കൊച്ചിന് ഭയങ്കരമായിട്ട് അത് ഭയങ്കരമായിട്ട് അതാണ് ഒരു ബാഡ് ഉള്ളത് കൊച്ചി. ഞാൻ വേറെ ബാഡ് പറയാനാണെങ്കിൽ നല്ലതാണ് ഞാൻ പറഞ്ഞില്ല. നമുക്കൊരു വിഷയം വരുമ്പോണ്ടല്ല അതും പുറകിലല്ല അത് മുമ്പിലുണ്ടാവും. വിഷയം ഒന്നും അറിയില്ലെങ്കിൽ തല്ലുണ്ടാക്കിയിട്ട് വരും. പിന്നെ നമ്മളത് സോൾവ് ചെയ്യാൻ വേണ്ടി നടക്കണം. അതുവരെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ നെഗറ്റീവ് പറയാനാണെങ്കിൽ ഒന്നിലും നിൽക്കില്ല, എന്നാലും ഒരെണ്ണം പറയാനില്ല. നെഗറ്റീവ് പറയാനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജീവിതത്തില് ഞാൻ ഇന്നൊരു കാര്യം മാറ്റി വെച്ചാല് നീ നന്നായിരിക്കും.
മെയിനായിട്ട് ആ ബ്രാൻഡ് വാശി. ഞാൻ പറഞ്ഞ കാര്യം വാശി. എന്താന്ന് വെച്ചാ പിടിവാശി. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ഭയങ്കരമായിട്ട് ബാഡായിട്ട് വീട്ടിൽ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കണത് മാറ്റിയ പൊളിയായിരിക്കും. നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ചെടുത്ത് പക്കയായിട്ട് നിന്ന പൊളിയായിരിക്കും. ഞാൻ പല വഴക്കൊക്കെ ഇടും, എന്നാലും ഞാൻ രണ്ടാമത്തെ സെക്കൻഡിൽ ഞാൻ ഓക്കെ ആവും. പക്ഷെ നമ്മൾ തമ്മില് എപ്പോഴാണ് പക്ഷെ ഈ സാമാനക്കാരി ഉണ്ടല്ല എത്ര തവണ എനിക്ക് എടുത്തിട്ട് അടിക്കാൻ തോന്നിയിട്ടൊക്കെ അറിയും. അതുകൊണ്ട് ഞാൻ വേറെ ഏറ്റവും പഞ്ചള മനസ്സേക്കള പറ്റിയിടാം. ഏറ്റവും കൂടുതൽ തല്ല് പിടിച്ചിട്ടുള്ളത് ഞങ്ങളാ. മുട്ടനടിയാ കാണും അടിച്ചങ്ങോട്ട് തിരിയുന്നു. പക്ഷെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഞങ്ങൾ അത് വിടും. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഞങ്ങളങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് കൂടെ തോക്കുംപടി വെച്ച് കണ്ട വാശി. ഞാൻ നോക്കുമ്പോ ഒരാൾ ആ മൂലക്ക് ഒരാൾ ഈ മൂലക്ക് കുറച്ചു നേരം മിണ്ടാതെ നിന്ന് കഴിയുമ്പോഴേ ഞാൻ ഓക്കെ ആവും. ആ ദേഷ്യത്തിരിക്കുമ്പോ എന്നോടൊന്ന് കഥ പറയാൻ വന്നാൽ നല്ലതാ. ഇത്തൂടെ ഞാൻ കഥ പറയുന്നു. എടാ അടുത്ത ചോദ്യം ചോദിക്കണം. ഒരാൾ കഥ പറയുന്നുണ്ട്. ആദ്യമായി ഫസ്റ്റ് ആദ്യമായിട്ട് കണ്ടപ്പോ തോന്നിയിട്ടുണ്ട് ആളെ പിടിച്ചിട്ട് അടിക്കും. ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ പറയാം, പരിചയപ്പെടണ ഞാൻ ആദ്യമായിട്ട് കമ്പനി ടൂറിന്റെ അന്നാണ്. കമ്പനി ടൂറിന് ജെസ്സിയും ജാസുനെ ആക്കാൻ വേണ്ടി ജസ്സുനെ വന്നിച്ച് പാവക്കര ജെസ്സിയുടെ അന്ന് ഞാൻ കണ്ടപ്പോ എന്റെ ദൈവമേ ലോകത്ത് ഇത്രോ നല്ലൊരു കൊച്ച്. പക്ഷെ സാധാരണ നമുക്ക് അങ്ങനെയല്ല തോന്നുന്നത്, ചിലർക്ക് ജാടയായിരുന്നല്ലോ. പക്ഷെ എനിക്ക് തോന്നിയത് എന്തൊരു പാവ സ്വഭാവം അടുത്തറിഞ്ഞപ്പ എന്നേലും പറയണമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. എപ്പോഴാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് കല്യാണ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ. സോണി ചേച്ചിയുടെ മോളുടെ കാര്യം അപ്പോഴും ഭയങ്കര ഇതില്ലായിരുന്നു ഞങ്ങൾ. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ല ഒന്നങ്ങനെ കൊടുത്താൽ രണ്ടും ഇങ്ങോട്ട് വരും. അത് പിന്നെ എനിക്ക് മനസ്സിലായത്. സംഭവം ആ സമയം വരെ എന്റെ ഉമ്മയുടെ സൂപ്പർവൈസർ വരും. ബഹുമാനം. ആ ഒരു ബഹുമാനം എനിക്ക് ഞാൻ വിചാരിച്ചത് എന്നെ ഇളയതാണെന്ന്, പഠിക്കണ പ്രായത്തിൽ കെട്ടിച്ചിട്ടേ ഉള്ളൂ എന്നാണ് വിചാരിച്ച. പിന്നീട് അത് എന്റെ മൂത്തതായിട്ട് കുറെ വർഷമായി എല്ലാ പ്രായമുണ്ട് എല്ലാം ഡൈയാണെന്നൊക്കെ പിന്നീട് മനസ്സിലായി. അതെ അല്ലേ, ഞാൻ ഓർത്തത് പഞ്ചപാവാണ് പ്രാണിയാണ് ഞാൻ വിചാരിച്ചത് കേട്ടാ. ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത മിണ്ടൂല അങ്ങനത്തെ ഒരു കൊച്ചാണ് വിചാരിച്ചത്. പക്ഷെ വാ തുറന്നില്ലേ മറ്റേ പറയല്ലേ മറ്റേ വാളാന്തുരുത്തിന്ന ഒരു സ്ഥലത്തിന്റെ പേര് പറയൂല. സിനിമയിൽ പറയണത് ഗുരുമാലിന്റെ സിനിമ അങ്ങനത്തെ പറയൂലേ. മറ്റേ എയർ ഹോസ്റ്റസിന്റെ വേഷത്തിൽ കൃഷ്ണപ്രഭ പോകുമ്പോ ഇപ്പൊ കണ്ട എങ്ങനെയൊക്കെയാണ്. ഞാനതന്നെ ആദ്യം വെച്ച് ഭയങ്കര പാവം കൊച്ച്, ആരും ഇല്ല, അയ്യോ പാവം അങ്ങനെ വെച്ചാ. അടുത്ത് കഴിഞ്ഞപ്പോഴല്ല തുടങ്ങിയിട്ടുള്ളു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓർണമെന്റ്സ് എന്താ? ഇഷ്ടമുള്ള ഓർണമെന്റ്സ് മീൻസ് മാല, അങ്ങനെയാണ്. കുപ്പികള, കമ്മല്, വലിയ കമ്മല്. എപ്പോ കുപ്പികള വാങ്ങിക്കും. കളക്ഷൻസ് ഉണ്ട് കുപ്പികളയുടെ. പിന്നെ ഞാൻ കണ്ടേക്കുന്നത് എപ്പോഴും കമ്മലിന്റെ പൊക്കത്ത് ഇടിച്ചു പൊളിച്ചു വീഴണതാണ് ഞാൻ കണ്ടേക്കുന്നത്. ഐ തിങ്ക് കമ്മലും ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കമ്മല ഉണ്ടായാലും ഇടൂല. വാങ്ങിച്ച് എത്തുക, അടുത്ത പ്രാവശ്യം പൊക്കത്തിൽ എടുക്കുമ്പോ താഴത്തിട്ട് പൊട്ടിക്കും. അങ്ങനെ ചെറിയ മാനസിക പ്രശ്നമൊക്കെ എന്റെ ഹോബി. കൊറേ വളയുണ്ട്, കമ്മല് കുറേയുണ്ട്. പക്ഷെ നമുക്ക് ഇതാ ഞാനും കമ്മൽ എന്താ മേടിച്ചേക്കണെന്ന് അറിയില്ല. ഇതിപ്പോ ഞാൻ എല്ലാം അങ്ങനെ. ഇതിപ്പോ ഞാൻ അമ്പലത്തിൽ താളത്തിന് പോകാൻ വേണ്ടി മറ്റേ ജിമിക്കിടാൻ വേണ്ടി ഊരിട്ട് പിന്നെ ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ സാധനം താഴെ ഒരു കാര്യത്തില് പണിക്കുണ്ട്.
അടുത്തേക്ക് വരും. ഹോബി ഹോബി നിന്റെ ഹോബി മോന്റെ ഹോബി വായിക്കുമെന്നാണ് പറയണത്. ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിച്ച് വെച്ചോണ്ടിരിക്കും. മെയിനായിട്ട് യൂട്യൂബിൽ ക്രാഫ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആർട്ടുമായിട്ട് ഭയങ്കര ഒരു പിന്നെ ബുക്ക് വായിക്കും. റിലേഷൻഷിപ്പ് ഉണ്ട്. ബുക്ക് വായിക്കും. ആർട്ടുമായിട്ടുണ്ട് ആർക്കുമായിട്ടല്ല, അടുത്ത ചോദ്യം. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം ഇരുട്ട്, പ്രേതം വെള്ളം. പ്രേതം ഇതും വെള്ളവും. പുഴ അതാണ് കടലിനകത്ത് എപ്പോഴും കിടപ്പണം. പുഴ പേടിയാ, പക്ഷെ കടലിൽ കിടപ്പ. എനിക്ക് പേടിയായിരുന്നു കടലും, അതിന് പേടിയായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് കടലിൽ പേടിയില്ല. പുഴ പേടിയാണ്. ബട്ട് രാത്രി പേടിയാണ്. അതായത് ഇരുട്ട് ശുശു വിളിച്ചാൽ എന്റെ വീക്ക് പോയിന്റ് വീക്ക്നെസ്സോ ഞാൻ എന്ത് ചെയ്താലും അന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സഡനായിട്ട് ഇങ്ങനെ നമ്മള് ഇങ്ങനെ എന്തിനാ നീ അങ്ങനെ ചേർന്ന എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ വായിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം കിട്ടില്ല. അങ്ങനെ പറയുമ്പോ അപ്പ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാഡ്നസ്, മോൾക്കുള്ള ബാഡ്നസ് പെട്ടെന്ന് ഡൗൺ ആയി പോകും. എന്നാ അത് ചിന്തിച്ചാൽ മതി. ഞാനെന്താ അങ്ങനെ പറഞ്ഞ ചിന്തിച്ചാൽ മതി. ചിന്തിക്കാനുള്ള മൂളയില്ല, മറ്റേത് ചിന്തിക്കാനുള്ള മൂളയില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് കുറേ മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും അത് ഓർമ്മ ഇതായിരുന്നല്ലേ കാര്യം. അപ്പോഴത്തേക്ക് അയാൾ വീട്ടിൽ പോയിട്ടുണ്ടാവും. അതൊരെണ്ണമുണ്ട്. അത് തന്നെ അതാണ് ഞങ്ങൾ കണ്ടാക്കി വെച്ചാണ്. എനിക്കതാണ് എന്ന് വെച്ചാൽ ഞാനിപ്പോ അധികം നാളായിട്ടില്ലല്ലോ കണ്ടിട്ട്, 1 വർഷം. ഇതിപ്പോ പിന്നെ ഇവര് കഴമ്പിച്ച് ഇവർക്ക് കുറെ പറയാനുണ്ടാവും. ഇവര് പറയണില്ല. എനിക്ക് പക്ഷെ അറിയാവുന്ന ഇതിൽ എന്റെ വീക്ക് പോയിന്റ് അതാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ തട്ടുന്ന ഇതിലെന്തെങ്കിലും കോമഡി ആയിട്ട് പറഞ്ഞാൽ കൂടി മനസ്സിൽ തട്ട് വരും. പക്ഷെ ഭയങ്കര വീക്കാണ്. ഹർട്ടാവും കൊച്ചിന് പെട്ടെന്ന്. അങ്ങനെ ഹർട്ടായ കൊച്ചു പിന്നെ ഡൗൺ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ താഴത്തേക്ക് നമ്മള് ആശ്വസിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. സ്വയമേ ആവണം. വലിയ പുള്ളി നല്ല തീരുമാനം. ആളായിട്ടുള്ള പരിചയം വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിൽ പിന്നെ എന്താ ഇതിൽ ചെയ്യണം എന്ന് യൂട്യൂബ് ചാനൽ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ വർക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ക്യാരക്ടറിൽ കുറേ മാറ്റങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനല്ല പുള്ളിക്കാരത്തിനെ ജഡ്ജ് ചെയ്യേണ്ട ആളല്ല ഞാൻ. പക്ഷെ എന്നാലും നമുക്ക് പുറമേ നിന്ന് കാണുന്നത് വെച്ചിട്ട് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി പറയണത് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. മോൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ആൻസേഴ്സ് പറഞ്ഞു. നമ്മൾ 3 പേരും ഒരുമിച്ച് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് നാം എന്തായാലും. ആ പോയ സമയത്ത് ഏതെങ്കിലും ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഏതൊരു കാരണമോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കുള്ളൊരു കാര്യം തന്നെ, നമ്മളൊരു വട്ടം ഫോമിച്ചിട്ട് പോയപ്പോൾ പീരീഡ്സ് ആയിരുന്നു. എനിക്ക് പീരീഡ്സ് അന്ന് വേണ്ടി, അതായത് പീരീഡ്സ് ആ സമയം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു എന്നാണെങ്കിൽ ആ ഒരു മൊമെന്റ് കുറച്ചും കൂടെ നന്നായി ബെറ്റർ ആയിരുന്നു. കാരണം നമുക്ക് വെള്ളത്തിൽ ഇറങ്ങായിരുന്നു. പിന്നെ അതുമല്ല മഴയും പെയ്തു. ആ ഒരു മഴയും കടലും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റി. അത് ശരിയാണ്. അതല്ലാതെ നമ്മള് 3 പേരും കൂടി പുറത്തുപോയിട്ട് അങ്ങനെ അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു,
ഉണ്ടാവുണ്ടായിരുന്നു അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒന്നും ഒന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഏറ്റവും ഞാൻ കൂടുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഈ ഒരു സറൗണ്ടിങ്ങിലാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടിട്ട് നമ്മള് ഇത് ഡൗൺ ആയിട്ടിരിക്കണ മൊമെന്റുകളുണ്ട് ഒരുമിച്ചായി പോണ സമയത്ത്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കും, കറക്റ്റ് നിങ്ങളുടെ കൂടെ വന്നപ്പോ തന്നെ ഈ ഒരു സാധനം കിട്ടിയല്ലോ. അങ്ങനെ എല്ലാവരും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഒരുമിച്ചുള്ള ഒരു മൊമെന്റില് വേണ്ടായിരുന്നു എന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. Always happy with these 2 idiots, 3 idiots. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ ഏകദേശം ഇപ്പൊ ഇതില് ചിലപ്പോ പെട്ടെന്നുള്ള തിരിച്ചു അതായത് ഫസ്റ്റ് മൊമെന്റിൽ എന്നെ കണ്ട മൊമെന്റിൽ നിങ്ങൾ എന്നെ പറ്റി എന്താണ് വിലയിരുത്തിയത്? ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ജെസ്സിയുടെ ആദ്യത്തെ ദിവസം. ഞാൻ ആദ്യമായിട്ട് വർക്കിന് പോയപ്പോ ഞാനും ജെസ്സിയും ഷിജി ചേച്ചിയും നമ്മളിവിടെ ആരാണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയപ്പോ NH-ന്റെ വർക്കിന് അന്ന് എന്നെ സീനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ വിചാരിച്ചത് ഷിജി ചേച്ചി എടാ നീ ആ റെയിൽവേ ക്രോസിനോട് അന്നാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. സീന എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ക്യാരക്ടറാണെന്നാ. ഇതുപോലെ ഒരു ശവമാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇത് വെറുതെ നിങ്ങളോട് നമുക്കൊന്നും തിരിച്ചില്ല. അതുപോലെ പക്ഷെ കണ്ടപ്പോഴുള്ള ഇതൊക്കെ അങ്ങനെയായിരുന്നു. ഇതായിട്ട് പിന്നെ അവിടെ ചെന്ന് നിന്ന് ഹോളിൽ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ ആളുടെ ഇതൊക്കെ മാറി. ഫുഡ് നമ്മുടെ അവിടെയൊക്കെ വന്നപ്പോഴേക്കിങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് ഇത് മറ്റേ നാഗവല്ലി കൂടിയൊരു ഐറ്റമാണ്. ചില സമയങ്ങളിൽ ഈ സാധനം പുറത്തേക്ക് വരും. ചില നിമിഷങ്ങളിൽ അവൾ നാഗവല്ലിയെ മാറിയായിരുന്നു. ഭയങ്കര സീരിയസ് ക്യാരക്ടറാണെന്ന് വിചാരിച്ചത്. ഭയങ്കര സീരിയസ് ആണ്. എന്റെ കൂടെ കൂട്ടാൻ പറ്റിയ ആളാണെന്നേ ഞാൻ ഓർത്തിട്ടില്ല. ഞാൻ പറയട്ടെ, അന്ന് തുടങ്ങിയതാണോ? അന്ന് നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് എക്കണോമിയിലുള്ളത്. ആ ഒരു ടൈമിലാണ് കാണുന്നത്. ആ ഒരു ടൈമിൽ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കൂളിലുണ്ടാവില്ലേ ഒരു തലതെറിച്ചൊരു വെച്ച്, അതായത് മിസ്മാരുടെ നോട്ടപ്പുള്ളി ആയിരിക്കും. പിന്നെ എല്ലാ ഗ്യാങ്ങിൽ പോയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഐറ്റം ഉണ്ടാവൂലേ? അല്ല, അതായത് ഇന്നത്തെ കാലത്ത് പറയുന്ന ഐറ്റം അല്ല, അന്നത്തെ കാലത്ത് ഐറ്റം അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. എല്ലാം ഇപ്പം ഒരു ഡിവിഷനിലാണെങ്കിൽ ഇപ്പോൾ ആ ഡിവിഷനിൽ ആ ഒരു എല്ലാവരെയായിട്ടും നിങ്ങളായിട്ട് പറഞ്ഞൊരു സാധ്യത. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എനിക്ക് കമ്പനി അടിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിട്ടും അധികം കമ്പനി ഇല്ലാണ്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന ചെറു കുട്ടിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടർ. ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചോദ്യം, എന്റെ അടുത്ത് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും. ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലാത്തത് പറയാം. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കെയർ ചെയ്യും. എന്നുവെച്ചാ നമ്മള് വിചാരിച്ച ഒരു കത്തും, നീ വിചാരിച്ച ഒരു കത്തും, മനസ്സിലായി? അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു കത്തും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളൊരു സാധനം. നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ഒറ്റൊരു കാര്യമുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കത്തും
ഇത് എൻ്റെ കസിൻ്റെ വീട്ടിലോട്ട് പോണ വഴി. ഇത് അപ്പുറത്ത് 2-3-4 വീട് കഴിയുമ്പോഴാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി ഉണ്ടാകുന്നത്. ഇയാൾ എൻ്റെ വീട്ടിൽ ഒരു വട്ടം ഒന്ന് വന്നിട്ടുള്ളൂ. ഇയാൾ ഇവിടെ അറ്റത്ത് കയറി അങ്ങോട്ട് പോയി, കസിൻ്റെ വീടിൻ്റെ അറ്റത്ത് പോയി നിൽക്കണേ. എന്നിട്ട് എന്നെ തെരുവായി എന്തെന്നാ ഞാൻ വഴി തെറ്റിച്ചത് മനസ്സിലായി. അറ്റത്ത് കൊണ്ട് നിന്നിട്ട് ഇവിടെ വളക്കാൻ കഴിവില്ല, ഇവിടെ നീ എവിടെ, നിന്റെ വീട് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ റോഡിന്റെ അറ്റത്തുണ്ട്. സമ്മതിക്കൂല, ഇയാളുടെ തെറ്റാണെന്ന്. ഞാൻ പിന്നീട് വെച്ചതെന്ന് വെച്ചാൽ ആ വഴിയും അപ്പുറത്തെ വഴിയും ഒരേപോലെ ഇരിക്കണം. ഞാൻ ആദ്യമായിട്ട് വന്നി സമ്മതിച്ചില്ല. അങ്ങനെ അപ്പൊ ആക്ച്വലി വണ്ടി വളക്കാൻ പറ്റും, നീ ഇങ്ങോട്ട് പോരെന്ന് പറയും. അപ്പൊ ഞാൻ ആ വഴി കയറി. പക്ഷെ ഇവന്റെ വീട് അപ്പുറത്തെ വഴിയാണ്. അവിടെ ചെന്ന് ഇവ കയറിക്കൊള്ളാനല്ലോ പറയണം. അപ്പൊ കയറി ഞാൻ ബാക്ക് എന്തോ എടുത്തിട്ട് വണ്ടി വളച്ചതോ ഓർമ്മയില്ല എനിക്ക്. അന്നെങ്ങനെ വണ്ടി വളച്ച ഇവന്റെ വീടിന്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ അവന്റെ മുറ്റത്തേക്ക് ഇറക്കിട്ട് അവിടെ വളർത്താം. പക്ഷെ ഞാൻ കേറിന്ന് വെച്ചാ പ്രതിഭാസമാണ്. അറിയാണ്ട് അങ്ങനെ ഒന്ന് ഇയാളെ പറഞ്ഞ ആലോചിക്കണേ എന്നിട്ടോ കുടിക്കണേ ആലോചിക്കണേ. എന്റെ നേരത്തെ പറഞ്ഞില്ലേ ഉമ്മാനെ പോലാണ്, ഇത് അമ്മൂമ്മമാരെ പോലെ നമ്മളെ കൊണ്ടുനടക്കും. വളർത്തു ദോഷം ഞാനൊരു 90-ലാണ് ജനിച്ചെങ്കിൽ ഞാനൊരു 70-60 കാലയളവിന്റെ ഇടയിൽ കൂടിയാണ് വളർന്നു വന്നത്. ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും എന്താ പറയുക മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എന്റെ സംസാരിച്ചാൽ പോലും അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞോ. അങ്ങനെയൊക്കെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞെടുക്കുമ്പോ ഇവരാ പറയണം അതിന് നെഗറ്റീവ് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലുള്ള ഒരു നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തീർന്നു. ഓവർ തിങ്ക് ചെയ്ത് അത് ഞാൻ സമ്മതിക്കും. ഭയങ്കര ഒരു ഓവർ തിങ്കറാണ്. ആ ഒരു ഇത് വെച്ച് പക്ഷെ അതിൽ തെറ്റ് പറയാനും പറ്റത്തില്ല. കാരണം പറയുന്നത് നമുക്ക് അത്ര ഹേർട്ട് ആവുന്നതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവായില്ലല്ലോ. ഇതൊരു സ്നേഹമാണ്, പോസിറ്റീവാണ്. നെഗറ്റീവാണ്, ഏറ്റവും വലിയ നെഗറ്റീവാണ്. ഞാൻ ഓവർ തിങ്ക് അറിയാം. കിടന്നുറങ്ങാൻ പറ്റൂല. എന്നെ പറ്റി നല്ലത് ചീത്തത് വേണം. ചീത്ത മാത്രമേ പറയുള്ളൂ. ഇല്ല, നല്ലതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം തന്നെ ഉണ്ട്, രണ്ടാക്കി ഞാൻ പറയാം. ഒരു കാര്യം തന്നെ ഇവന്റെ നല്ലതും ചീത്തതും എന്താന്ന് വെച്ചാ ഭയങ്കര ദൂർത്താണ്. ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒറ്റക്കാണെങ്കിലും ഭയങ്കര ദൂർത്താണ്. സേവ് ചെയ്യണുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. അത് ഞാൻ ചോദിച്ചിട്ടില്ല, അത് എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് അതറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ പ്ലസ് പോയിന്റ് ആണത്. ഒരാൾക്ക് ഒരു കുറവും വരുത്തൂല. അതേസമയം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചെലവാക്കും. ഭയങ്കര ചെലവ്. അത് ഇത് വേണം പോലും, ഇത് ഇഷ്ടപ്പെടാം, അത് ഇഷ്ടപ്പെടാൻ പോലും. അമ്പാനിയൊന്നും അല്ല എന്നാ ആ ഒരു ബോധമൊന്നും ഇല്ല. പക്ഷേ അതാണ് എൻ്റെ പ്ലസ് പോയിന്റും എൻ്റെ മൈനസ് പോയിന്റും എനിക്ക് തോന്നിയത് അതാണ്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ വഴക്കിട്ടാൽ ഇപ്പൊ പറഞ്ഞ പോലെ 2 സെക്കൻഡ് കൊണ്ട് ഓക്കെ മറന്നു വയസ്സായ മെയിനായിട്ട് അതല്ല. പക്ഷെ അല്ലാതെ എനിക്ക് തോന്നിയേക്കണം മെയിനായിട്ട് ഇതാണ് പ്ലസ് പോയിന്റ്. അതാണ് ആർക്കും ഒരു കുറവും വരുത്തില്ല. അതെന്താ കാര്യം എന്നറിയാം. എന്നോട് അങ്ങനെ ചോദിക്കാൻ ആരില്ല. ഇപ്പോഴല്ല, പെട്ട് നിങ്ങളൊക്കെ വാങ്ങിച്ചാലും തോന്നാലും വാങ്ങിച്ചു. പണ്ട് നമുക്ക് ഇന്നത് വേണം എന്നൊരാളോട് പറയാനോ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാനോ സാമ്പത്തിക ശേഷി ഇല്ല.
അപ്പൊ നമ്മുടെ കൂടെ ആൾക്കാർക്ക് നമ്മളത് കൊടുക്കണം. ഞാനും അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ മാത്രമല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും അതെ അതെ ഞാനുണ്ട് എനിക്ക് പറഞ്ഞില്ലേ പ്രായം വന്നില്ല. ഇത് ജാതികരിക്കണം. നടുവേ എടുക്കും നടു കടയുവാറ ഞങ്ങൾ ചെറുപ്പം പോസിറ്റീവ് അല്ല ആദ്യം പറയുന്നത് അപ്പൊ പിന്നെ താഴ്ത്തിടാനോ അത് കേറി നമുക്ക് ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്യും നമ്മളാ. അതുകൊണ്ട് കയ്യെന്നാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൊണ്ടു നടക്കും. ശേഷം എന്നാ ഫുഡ് വാങ്ങിട്ടേ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. വരുമ്പോഴേ 2-3 പ്രാവശ്യം ഞാനിങ്ങനെ ആരെങ്കിലും കുറിച്ച് എൻ്റെ അടുത്ത് ഏതെങ്കിലും ആളുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇയാൾ മുട്ടണത് ഇയാൾ തോന്നണം അയാൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ മാറ്റിയിട്ടൊരു വരവുണ്ട്. ഇങ്ങനെ അടിമുടി അയാളിങ്ങനെ നോക്കും ദേഷ്യത്തോടെ. പക്ഷെ അയാൾ നോക്കുന്നുണ്ടാവില്ല, അത് വേറെ കാര്യം. സംഭവം നെഗറ്റീവ് പറഞ്ഞാൽ ഇല്ല, നെഗറ്റീവ് ഇല്ല. പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞ നെഗറ്റീവില്ല. ഞാനും അങ്ങോട്ട് കുറയില്ല. 7ാം ക്ലാസ് തുടങ്ങിയുള്ള ഫ്രണ്ട്സാണ് ഗൈസ്. നെഗറ്റീവ് എന്നെക്കാളും കൂടുതൽ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ ടെൻഷനായിട്ട് എന്തൊക്കെയാ പറയാൻ പോണേ. നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറയൂല. ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ മാറി കഴിയും. കണ്ട ഗൈസ് അവര് തമ്മിലുള്ള ഒരു ഇത് കണ്ട. ഇവന്റെ നെഗറ്റീവ് വെച്ചപ്പോ ഇവരും പറഞ്ഞില്ല, ഇവന്റെ നെഗറ്റീവ് വെച്ചപ്പോ അവരും പറഞ്ഞില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനാണ് റിയൽ ഫ്രണ്ട്, ഫേക്ക് ഫ്രണ്ട്സ്. ഓപ്പാണ്. കിട്ടിയ അവസരം പഴക്കം പാടില്ല. കാലത്തെ മുണ്ടങ്ങളും പ്രത്യേകിച്ച് നെഗറ്റീവ്സ് പറയാനില്ല. അതേമേ കണ്ടിട്ടില്ല. ഫുഡ് വരച്ച് കൊടുക്കാം. അങ്ങനെയൊന്നുമല്ല, ചില മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് എക്സ്പയറി ഡേറ്റ് തീർന്നിട്ട് പോലും എനിക്ക് ഉപയോഗിച്ചിട്ടില്ല. എക്സ്പയറി ഡേറ്റ് അങ്ങനെ യൂസ് ചെയ്യണം. എക്സ്പയറി ഡേറ്റ് തീർന്നിട്ട് പോലും ഉപയോഗിച്ചിട്ടില്ല. ഒന്നും കൂടെ കണ്ടിട്ടുണ്ടോ? അത് നല്ല പോസായിരുന്നു. എക്സ്പയറി തീരുന്നത് കഴിഞ്ഞിട്ടും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തികൾക്ക് അറിയാൻ പറ്റും. ഞാൻ ബ്യൂട്ടി ഇൻഫ്ലുവൻസർ അല്ല, പിളുത്ത് തന്നെ ഉള്ളൂ. എന്നാലും അങ്ങനെയുള്ളൊരു മനസ്സിലാവും. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നു, എങ്കിൽ പിന്നെ അത് പോലെ നിങ്ങൾക്ക് തന്നൂടെ? അതെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു കാര്യം ചോദിക്കണമില്ല, എല്ലായിടത്തും പോലെ പരിപാടി. എൻ്റെ പുതിയ ടീഷർട്ടും കളസോ അടക്കം ഇവിടെ ഉണ്ട്. ഇതാണ് കൂടുതൽ ആ ഉപയോഗിക്കാൻ എല്ലാ ചാമ്പി കൊണ്ടുവന്നു. പിന്നെ ഞാനെന്ത് കൊടുക്കാക്കി അപ്പൊ നമ്മുടെ ചോദ്യോത്തര പോടാതിൽ ഇവിടെ സമാപിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഇതേപോലത്തെ വീഡിയോയുമായിട്ട് വരുന്നത്